ഒരുപാട് വർഷമായിട്ടുള്ള കോളേജ് ആയിരിക്കും നമ്മൾ നോക്കുക കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തത് എങ്ങനെയാ? നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കാൻ വലിയ മിടുക്കനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. നമ്മളിപ്പോൾ കോളേജൊക്കെ തുടങ്ങുമെന്ന് പറയുമ്പോൾ നമ്മൾ വല്ല PhD എടുത്ത് അല്ലെങ്കിൽ ആ പ്രൊഫഷനോട് വലിയ ഇൻട്രസ്റ്റായിട്ട് വരുന്നവരല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കുട്ടിക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു 50% മാത്രമേ ഉള്ളൂ അവനൊരു ഈ പറയുന്ന എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട്. ബാക്കി അവൻ്റെ ലൈഫ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 50% അവൻ എങ്ങനെ നാളെ ഒരു 4 വർഷം കഴിഞ്ഞ് അവനൊരു ഈ ഒരു ജോലിയായിട്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ആ ഒരു ചെറിയൊരു പ്രതിസന്ധി ആ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ ഇപ്പം ഒരു കോളേജിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഒരു ക്ലാസ്സിലേക്ക് പോയി പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർ നല്ലൊരു പ്രിൻസിപ്പളിനെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ വെച്ചാൽ അവർ നല്ല സ്റ്റാഫുകളെ അവർ അണ്ടറിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഇപ്പം ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കാതെ നമ്മളൊരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള പല ചെറുപ്പക്കാരും എന്നെക്കൊണ്ട് ഇതൊക്കെ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് മറ്റുള്ളവർക്ക് അത് അവർക്ക് പറ്റി നന്നല്ല. അവരെന്ത് ചെയ്തു, എന്ത് പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്.